ആറാം തലമുറ യുദ്ധവിമാന പദ്ധതി ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഒരു വമ്പൻ അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്ക് ഈ അവസരം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ഒരു തർക്കമാണ്. അതായത് യൂറോപ്പിന്റെ ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം അഥവാ FCAS ഇതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഇപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഒരു പൂർണ്ണമായ തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഇപ്പോൾ തങ്ങളുടെ രാജ്യം ഒറ്റയ്ക്ക് ഒരു ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതായത് ജർമ്മനിയുടെ ബെർലിന്റെ ഇടപെടലില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഫ്രഞ്ച് മേധാവിയായ ദസാൾട്ട് ഏവിയേഷൻ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചത്. അതേസമയം ജർമ്മൻ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഫ്രാൻസുമായുള്ള പങ്കാളിത്തം ഉപേക്ഷിക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ FCAS എന്ന് പറയുന്നത് 2017 ഒരു ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. 2040 ആകുമ്പോഴേക്കും റാഫേലിനും യൂറോ ഫൈറ്ററിനും ഒരു നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പിൻഗാമിയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം തന്നെ. എന്നാൽ വർക്ക് ഷെയർ തർക്കങ്ങൾ മനുഷ്യനെ വഹിക്കുന്ന ജെറ്റിൽ 80% നിയന്ത്രണം ആവശ്യപ്പെടുന്ന ഫ്രാൻസ് ഇങ്ങനെയുള്ള തർക്കങ്ങൾ മൂലം ഇതിപ്പോൾ ഒരു വലിയ തർക്കത്തിലേക്ക് തന്നെ വഴിമാറിയിരിക്കുകയാണ്. യൂറോപ്യൻ പ്രതിരോധ ഐക്യത്തിന്റെ പ്രതീകമായി തുടങ്ങിയത് ഇപ്പോൾ ഒരു തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. 2025 സെപ്റ്റംബർ 23 ഫ്രാൻസ് ആകട്ടെ തങ്ങൾക്ക് അടുത്ത തലമുറ ജെറ്റിനുള്ള ഒരു സോളോ ശേഷി സ്ഥിരീകരിച്ചുകൊണ്ട് ദസോയുടെ CEO എറിക് ട്രാപ്പിയർ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു. അതേസമയം ഫ്രഞ്ചിന്റെ ഈ ഒരു ആധിപത്യത്തിൽ അസ്വസ്ഥരായ ജർമ്മനി UK ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമുമായി അതായത് GCAP യോജിക്കാൻ സാധ്യതയുള്ള ബദലുകൾ ഇപ്പോൾ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ സ്പെയിനുമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ബന്ധമാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ല അവസരം തുറന്നു തന്നിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറുകയാണ്. ഇന്ത്യ ജർമ്മനിയുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം റാഫേൽ ഇടപാടുകളിലൂടെ ഫ്രാൻസുമായുള്ള ബന്ധങ്ങൾ ഇന്ത്യ ശക്തമാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന 114 ജെറ്റ് റാഫേൽ മറൈൻ ഓർഡർ ഒരു കവാടമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയും ഫ്രഞ്ചും സഹകരണ വികസനത്തിന് മറ്റൊരു തുടക്കമായിരിക്കും ഇത് എന്നാണ്. ആറാം തലമുറ യുദ്ധവിമാന പദ്ധതി എന്നത് ഇന്ത്യക്ക് ഒരു പുതുമുഖമല്ല. 2025 ജൂലൈയിൽ DRDO മേധാവി സമീർ കാമത്തെ AI സംയോജിത ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഒരു സന്നദ്ധ സ്ഥിരീകരിച്ചിരുന്നു. 2035 ഒരു ഫ്ലൈയിങ് വിങ് പ്രോട്ടോടൈപ്പ് ലക്ഷ്യമിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ AMCA ഇത് 2040 ഭീഷണികൾക്ക് ഒരു വിടവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള രണ്ട് ഓപ്ഷനാണ് GCAPയും FCASഉം. FCAS പ്രതിസന്ധി കഥയെ മാറ്റിമറിക്കുന്നു. 2035-37 വരെ സമയബന്ധിതമായി നിശ്ചയിച്ചിരിക്കുന്ന AMCAയുടെ 110 എഞ്ചിനിൽ സഫ്രാൻ ഇതിനകം തന്നെ പങ്കാളിയായതിനാൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾക്കായി ഇന്ത്യക്ക് ലിവറേജ് ഉണ്ട്. ഒരു ഫ്രഞ്ച് സോളോ സ്പ്രിന്റ് അല്ലെങ്കിൽ ജർമ്മൻ റീബൂട്ട് ഇസ്രായേലിന്റെ NGAD പങ്കിനെ പ്രതിഫലിപ്പിക്കുന്ന ഫണ്ടിങ്, ടെക് ഇൻഫ്യൂഷൻ, കയറ്റുമതി എന്നിവയ്ക്കായി ഇത് ഇന്ത്യയെ ആകർഷിക്കും. ഈ FCAS എന്ന് പറയുന്നത് ഗുണപരമായി ഈ GCAPനേക്കാൾ മികച്ചതാണ്. കൂടാതെ കാരിയർ ശേഷിയുമുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംയോജനത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതുമൂലം ഗുണങ്ങൾ ധാരാളമുണ്ട്. സ്വാം ഡ്രോണുകൾ, ലേസർ ആയുധങ്ങൾ തുടങ്ങിയ പക്വമായ സംവിധാനങ്ങളിലേക്കുള്ള ഒരു പ്രവേശനം ഇന്ത്യയുടെ സമയക്രമം ഇത് വേഗത്തിലാക്കുന്നു. ഗവേഷണ വികസന ചെലവുകൾ ഏകദേശം 20,000 കോടി രൂപ ഇതുമൂലം ഇന്ത്യക്ക് ലാഭമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന്റെ സ്ക്വാഡ്രൺ ക്ഷാമം മൂലം IAF ഇതിന്റെ നമ്പറുകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കൂട്ടം പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നത് ഇതൊരു തകർന്ന FCAC പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ ചേരുന്നത് കാലതാമസത്തിന് കാരണമാകും എന്നാണ്. ഇതിനകം തന്നെ ഡെമോകൾക്കായി 2030 ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിലേക്ക് വളരെയധികം കാലതാമസമാണ് ഇന്ത്യക്ക് നേടിത്തരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഒന്നിലും ചേരില്ല എന്നും അഥവാ ഫ്രാൻസുമായി ചേർന്നാൽ തന്നെ MRFA പ്രോഗ്രാമിന് വേണ്ടി 114 റാഫേൽ ജെറ്റുകളുമായി മുന്നോട്ട് പോകും എന്നും ഒരു 6ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ സ്വന്തമായി കെട്ടിപ്പടുക്കുമെന്നുമാണ് മറ്റു ചില പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. അതേപോലെ ഈ GCAP പ്രോഗ്രാം എന്ന് പറയുന്നത്
ഗ്ലോബൽ യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, ഇറ്റലി എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്തമായി ഒരു 6ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സംരംഭമാണ് ഇത്. അതേപോലെ തന്നെ റോയൽ എയർഫോഴ്സ്, ഇറ്റാലിയൻ എയർഫോഴ്സ് എന്നിവയ്ക്കൊപ്പം സേവനത്തിലുള്ള യൂറോ ഫൈറ്റർ ടൈഫോണിനെ മാറ്റി സ്ഥാപിക്കുക. ജപ്പാന്റെ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സുമായി സേവനത്തിലുള്ള മിത്സുബിഷി F2 എന്നിവയ്ക്ക് പകരമാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. 2022 ഡിസംബർ 9 ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ സംയുക്തമായി ഒരു പൊതു യുദ്ധവിമാനം വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ പ്രോഗ്രാമിലേക്ക് 2025 ഫെബ്രുവരിയിൽ ജപ്പാൻ ഇന്ത്യയുടെ ഒരു പങ്കാളിത്തം ഔദ്യോഗികമായി നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യയെ പോലുള്ള ഒരു പുതിയ പങ്കാളികളെ ക്ഷണിക്കുന്നതിനുള്ള പ്രാഥമിക പ്രചോദനം എന്നത് ഇത്തരമൊരു സങ്കീർണമായ വിമാനം വികസിപ്പിക്കുന്നതിന്റെ ഗണ്യമായ സാമ്പത്തിക ഭാരം വിതരണം ചെയ്യുക എന്നതാണ്. ഇതുകൂടാതെ ജപ്പാൻ ഇന്ത്യയെ ക്ഷണിച്ചതിന് പിന്നിൽ തന്ത്രപരമായ ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയുമായും ഒരു പങ്കാളിത്തം, അതേപോലെ തന്നെ ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്ഥാനവും സുരക്ഷാ ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ജപ്പാൻ ഇന്ത്യയുമായുള്ള ഈ സഹകരണത്തെ കണ്ടത്. 2035 സർവീസിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തലമുറ സ്റ്റെൽത്ത് വിമാനം വികസിപ്പിക്കുന്നതിനുള്ള ഒരു നാഴികക്കല്ലായിട്ടുള്ള ശ്രമമായിരുന്നു ഈ GCAP സംരംഭം എന്നത്. 2022 ഡിസംബറിൽ UK-യുടെയും ഇറ്റലിയുടെയും ടെംപെസ്റ്റ് പ്രോഗ്രാം ജപ്പാന്റെ FX യുദ്ധവിമാന പദ്ധതിയുമായി ലയിച്ചപ്പോഴാണ് ഇതൊരു ഔദ്യോഗികമായി രൂപീകരിച്ചത്. കൃത്രിമ ബുദ്ധി, ഡ്രോണുകളുടെ കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, നൂതന സെൻസർ സാങ്കേതിക വിദ്യ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ജെറ്റ് മാത്രമല്ലിത്. സങ്കീർണമായ ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നതാണ് ഈ GCAP പദ്ധതി കൊണ്ട് ഇവർ ലക്ഷ്യം വെച്ചത്. ഇതിൽ UK-യുടെ റോൾസ് റോയ്സ് എഞ്ചിന്റെ വികസനത്തിന് നേതൃത്വം നൽകും. ഇറ്റലിയുടെ ലിയാനോഡോ നൂതന ഇലക്ട്രോണിക്സും സെൻസറുകളും കൈകാര്യം ചെയ്യും. ജപ്പാന്റെ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് എയർ ഫ്രെയിമിലും സ്റ്റെൽത്ത് ഘടകങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ രീതിയിലാണ് ഈ പദ്ധതിയുമായി ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ 2023 അവസാനത്തിൽ നയതന്ത്ര ചർച്ചകൾക്കിടെ GCAP-യിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് UK ഒരു അനൗപചാരിക ക്ഷണവും നൽകിയിരുന്നു. പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഇന്ത്യക്ക് അടുത്ത തലമുറ സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശനം നൽകുന്നതിനുമുള്ള ഒരു തന്ത്രപരമായ അവസരമായിട്ടാണ് ഇന്ത്യക്ക് ഈ ഓഫർ നൽകിയത്. എന്നാൽ 2024 ഈ ഓഫർ പട്ടികയിൽ നിന്നും ഇന്ത്യ പുറത്താകുകയായിരുന്നു. കാരണം ഈ പദ്ധതിയിൽ ഓരോ രാജ്യത്തിന്റെ വ്യാവസായിക ശക്തികൾ പ്രയോജനപ്പെടുത്തുന്നതിനായി വർക്ക് ഷെയർ വ്യക്തമായി ഇവർ നിർവചിച്ചു കഴിഞ്ഞു. അതായത് ഓരോ രാജ്യത്തിനും അവരവരുടേതായ വർക്ക് ഷെയർ വ്യക്തമായി ഇവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ കാര്യക്ഷമമായ പുരോഗതി ഉറപ്പാക്കുന്നതിനും അതുപോലെ F-35 പോലുള്ള മറ്റു ബഹിരാഷ്ട്ര സൈനിക പദ്ധതികളെ ബാധിച്ച കാലതാമസവും ചെലവ് വർധനവും ഒഴിവാക്കുന്നതിനു വേണ്ടി മറ്റൊരു രാജ്യത്തിന്റെ കോർ പങ്കാളിത്തം ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ ഇന്ത്യ ഇതിൽ താല്പര്യം കാണിച്ചില്ല എന്ന് നോക്കുകയാണെങ്കിൽ ഈ GCAP-യുടെ കർക്കശവും മുൻകൂട്ടി നിർവചിക്കപ്പെട്ടതുമായ വർക്ക് ഷെയർ മോഡലും അതേപോലെ തന്നെ ആഭ്യന്തര ഉൽപാദനത്തിനും സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റത്തിനുമാണ് നമ്മുടെ ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കാം ഇന്ത്യക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാഥമിക തടസ്സം എന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ ഇന്ത്യ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തു എന്നാണ് പല വിദഗ്ധരും വാദിക്കുന്നത്. കാരണം ഈ GCAP പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ ഒരു വലിയ സാമ്പത്തിക നിക്ഷേപമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ മറ്റ് നിർണായക പ്രതിരോധ മുൻഗണനകളിൽ നിന്ന് ഫണ്ട് വഴിതിരിച്ചു വിടേണ്ട ആവശ്യം ഉയർന്നു വരും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ പല നിർണായകമായ പ്രതിരോധ പദ്ധതികൾക്കും ഒരു തടസ്സമായി മാറും. അതുകൊണ്ട് തന്നെ ചില പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നത് പോലെ തന്നെ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ഈ FCAC പ്രോഗ്രാമിലോ അതോ GCAP പദ്ധതിയിലോ പങ്കാളിയായി മുന്നോട്ട് പോകാതെ ഇന്ത്യയുടേതായ ഒരു 6ാം തലമുറ യുദ്ധവിമാന പദ്ധതി കെട്ടിപ്പടുക്കും. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.